പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിയിലൂടെ ഈ വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. മറ്റു പല കാരണങ്ങൾ കൊണ്ടുമൊക്കെയാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാതെ പോയത്. എങ്കിൽ തന്നെയും ഈ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 2 കൊരിന്ത്യർ 7:1. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ ഇതിൻ്റെ കുറിവചനമായിട്ട് നമുക്ക് എടുക്കാവുന്നത് വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നുള്ളതാണ്. അപ്പം അതിന് മുൻപായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. എന്താണ് നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്ന് 6-ാമത്തെ അധ്യായത്തിൽ, അതായത് 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി. അപ്പോൾ ഇവിടെ പറയുന്നത് ജഡത്തിലെ കന്മഷം മാറ്റണം, അശുദ്ധി മാറ്റണം. അതുപോലെ തന്നെ ആത്മാവിലെ അശുദ്ധിയും മാറ്റണം. അപ്പോൾ ഇതെന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജഡത്തിൽ നാം ചെയ്യുന്നുണ്ട് ശരീരം കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ, പിന്നെ മനസ്സുകൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ. മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, വികാരങ്ങൾ കൊണ്ട് ഒക്കെയും ചെയ്യുന്ന പാപങ്ങളുണ്ട്. അത് ആ പാപപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ തന്നെയും അത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് പാപമായി മാറുന്നു. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീയെ വേണ്ടാത്ത വിചാരത്തോടെ നോക്കുന്നവൻ ആ പാപം ചെയ്തു പോയി എന്നാണ്. അപ്പോൾ അതാണ് ആത്മാവിലെ പാപം എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് തന്നെ കർത്താവിനെതിരായിട്ടുള്ള പാപമാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ. എന്തുകൊണ്ടാണ് നമ്മൾ അത് ദൈവത്തെ ഭയപ്പെടണം? കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് നാം കർത്താവിനോട് കൂടെ, അതായത് കർത്താവ് നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മെ സൃഷ്ടിച്ചത് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവിനോട് കൂടെ, കർത്താവിൻ്റെ മക്കളായിരിക്കാൻ, കർത്താവിൻ്റെ സൃഷ്ടിയായിരിക്കാൻ, മഹിമയും തേജസ്സും തന്ന് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അത് നമ്മിൽ വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അപ്പോൾ അതിനെതിരായിട്ടാണ് മനുഷ്യൻ പാപം ചെയ്തത്. അപ്പോൾ പാപം മാറ്റിക്കളഞ്ഞ് നാം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാലും കർത്താവിൻ്റെ വിശുദ്ധിയോടൊന്നും ഒരു അല്പം പോലും അതിൻ്റെ ആ പൂർണ്ണതയോട് നമുക്ക് എത്താൻ പറ്റുകയില്ല. കാരണം നമ്മൾ പാപ സ്വഭാവമുള്ളവരാണ്. നമ്മൾ മനസ്സിലും ജഡത്തിലും ഒക്കെ വീണ്ടും വീണ്ടും പാപം ചെയ്തു പോകുന്നവരാണ്. ഇനി ഈ പാപം നമ്മിൽ നിന്ന് നീക്കിക്കളയാനായിട്ട് നാം മനഃപൂർവ്വമായി ശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. അങ്ങനെ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതായത് വരുന്ന പാപങ്ങളൊക്കെയും അനുതപിച്ച്, അതായത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയോട്, കർത്താവ് നമ്മൾ വളരെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിലും നമുക്ക് കഴിയുന്ന വിധത്തിൽ ആ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെന്ന്. അപ്പോൾ ഇംഗ്ലീഷിലാണെന്ന് വായിക്കാം. Therefore having these promises are there. What are the promises? Let us cleanse ourselves from all defilement. നാം നമ്മെ തന്നെ എല്ലാ അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുക. Perfecting holiness, അതായത് വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇനി എന്താണ് ഈ വാഗ്ദത്തമെന്ന് 2 കൊരിന്ത്യർ 6-ാം അധ്യായം
16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ തന്നിട്ടുണ്ട്. എന്താണ് അവിടെ തന്നിട്ട്? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ, നാം ദൈവം വസിക്കുന്ന ആലയമാണെങ്കിൽ, ആ വസിക്കുന്ന ഇടവും വിശുദ്ധമായിരിക്കണമല്ലേ? അതുപോലെ തന്നെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. നമ്മിൽ വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടയിൽ നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം നാം കർത്താവിൻ്റെ ജനമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആ അനുസരണത്തിന് കീഴിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പിന്നെ പറയുന്നത്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതാരുടെ? അപ്പോൾ ഇവിടെ വിശുദ്ധിയെ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ഒക്കെ കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വാസികൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുതെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വളരെ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു വേർപെട്ട ജീവിതം. അപ്പോൾ എന്താണ് വേർപെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്യുന്ന എന്താണ്? നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്. അപ്പോൾ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ കൊണ്ടാഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കൃപായുഗത്തിലാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. നാം ഒരിക്കലും ആ കൃപയിൽ നിന്ന് വീണു പോവുകയില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാൽ പിന്നെ എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഈ വക ചെയ്യുന്നവർ, ചില പാപത്തിൻ്റെ ലിസ്റ്റൊക്കെ തന്നേച്ച് പറയുന്നു, ഈ വക ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും പറയുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന്. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ജഡത്തിൻ്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കേണ്ടത്. അത് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുകയാണെങ്കിൽ നാം ദൈവമക്കളാകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചില പ്രമാണങ്ങളുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ചല്ല പറയുന്നതെങ്കിലും ന്യായപ്രമാണത്താൽ നമുക്ക് പാപബോധം വന്നിരിക്കുന്നു. അപ്പോൾ പാപം എന്താണെന്ന് നമുക്കറിയാം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിൽ സാധിച്ചെടുത്തിരിക്കുന്ന ആ രക്ഷയുടെ പദ്ധതി, അതായത് കർത്താവിൻ്റെ ക്രൂശിൽ നാം വിശ്വസിക്കുമ്പോൾ നാം എന്നേക്കുമായി രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നേക്കുമായി രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രണം ചെയ്തിരിക്കുകയാണ്, സീലടിച്ചിരിക്കുകയാണ് നമ്മളെ. അപ്പം അന്ന് മുതൽ നാം വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് വേണ്ടി സാധിച്ചെടുത്ത രക്ഷണ്യ പ്രവൃത്തിയെ വിശ്വസിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ വിശ്വാസത്താൽ വന്ന രക്ഷയാണത്. പ്രവൃത്തിക്ക് ഒന്നും അതിനോട് കൂട്ടാനൊക്കുകയില്ല. ഒരു പ്രവൃത്തി ചെയ്താലും നാം രക്ഷിക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്താൽ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. അതിനോട് പ്രവൃത്തി ഒന്നും കൂട്ടാനൊക്കുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ, അതായത് നാം രക്ഷിക്കപ്പെട്ട ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ ദിവസം മുതൽ നമ്മെ നിയന്ത്രിക്കുന്നത് ആരാണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാം ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് കീഴ്പ്പെടുകയില്ല. ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് കീഴ്പ്പെടുകയില്ല എന്ന് വച്ചാൽ അന്ന് മുതൽ നമ്മൾ പാപമില്ലാത്തവരായി തീരുന്നു എന്നും അതിനർത്ഥമില്ല. കാരണം ഈ പാപമയമായ ശരീരം
പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പാപം എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഈ പാപത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 7-ാം അധ്യായത്തിൽ, അതായത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നതാണ് അവസാന ഭാഗത്ത്. എന്നിട്ട് 8-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയുമില്ല. ആ സെൻറ്റൻസിൻ്റെ കൂടെ ഒരു അല്പം കൂടെയുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ എന്നും കൂടുണ്ട്. അത് ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ദോസ് ഹു ആർ നോട്ട് ലെഡ് ബൈ ദ ഫ്ലെഷ്ലി ഡിസയേഴ്സ് ബട്ട് ബൈ ദോസ് ഹു ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന്. അതാണ് നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് നാം ക്രിസ്തുവിലായി കഴിഞ്ഞാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതൊക്കെ കഴിഞ്ഞുപോയി. എങ്കിൽ തന്നെയും ആ പാപ സ്വഭാവം നമ്മളിലുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പാപം ചെയ്തു പോകുമ്പോൾ നമുക്ക് ഒരേ ഒരു മാർഗം, കർത്താവിൻ്റെ ക്രൂശിലേക്ക് അടുത്ത് ചെല്ലുക. കർത്താവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്തെ ഒന്നുകൂടെ അത് അരക്കിട്ടുറപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ അത് അരക്കിട്ടുറപ്പിക്കുക എന്ന് വെച്ചാൽ, കർത്താവേ എനിക്ക് പറ്റിപ്പോയി, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിക്കും. കർത്താവ് നമ്മോട് ക്ഷമിക്കുമ്പോൾ, ക്ഷമിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നാം ഒരു തെറ്റ് ചെയ്തിട്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ വയ്യാത്ത വിധത്തിൽ നമുക്ക് എന്തോ ഒരു അകൽച്ച നമുക്കുണ്ടാകും. അത് നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫേസ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെ വകവയ്ക്കാതെ അതിനെതിരായി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കർത്താവിനോടുള്ള ആ ക്ലോസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫെലോഷിപ്പ് നമുക്ക് നഷ്ടമാകും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കർത്താവിനോട് എന്തെങ്കിലും പറയാനോ കർത്താവിൻ്റെ സംസർഗത്തിലായിരിക്കാനോ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ എന്തെങ്കിലും ദോഷം ചെയ്തു അല്ലെങ്കിൽ അവിശ്വസ്തരായി തീർന്നുവെങ്കിൽ നാം എന്താണ് അത് അവരോട് പറഞ്ഞ് ക്ഷമ ചോദിച്ച് വീണ്ടും അവരുമായിട്ട് ആ സ്നേഹത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെയാണ് ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് വാസ്തവമായി അനുതപിച്ച് പ്രാർത്ഥിച്ച് പാപമോചനം പ്രാപിക്കണം. അല്ലാതെ ഞാൻ ഒരിക്കൽ വിശ്വാസത്തിൽ വന്നതാണ്, ഞാൻ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതാണ്, പരിശുദ്ധാത്മ സ്നാനവും എനിക്ക് ലഭിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നാം നമ്മെ തന്നെ സ്വയം നീതീകരിക്കാതെ, അല്ലേ സാധാരണ എല്ലാവർക്കും വരുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മളെ തന്നെ നമ്മൾ നീതീകരിക്കാതെ എന്താ ചെയ്യേണ്ടത്? അല്പമെങ്കിലും നമുക്ക് ആ ഒരു കുറ്റബോധം പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരുന്നുവെങ്കിൽ, ഇഫ് അറ്റ് ഓൾ ഹി കൺവിൻസസ് അസ് ഓഫ് അവർ സിൻ, അതായത് നമ്മൾ വിശ്വസിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്, നീ ഇന്ന പാപം ചെയ്തു. അപ്പോഴെന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നാം അത് തുറന്ന് ഏറ്റുപറഞ്ഞ് നാം അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതായത് രമ്യാപ്രവചനം 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തെന്നൊന്ന് സമ്മതിക്കുക മാത്രം ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം എന്താണ്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന്. അതായത് കർത്താവിൻ്റെ ക്രൂശിൽ നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ശക്തിയാണ്, നമ്മുടെ ബലമാണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കർത്താവിൻ്റെ ആ ഒരു കൃപയിൽ വസിക്കണമെങ്കിൽ നാം ഓർക്കണം, ഒരിക്കലും നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അങ്ങനെ മരിച്ചവരായിരുന്ന നമ്മെയാണ് കർത്താവ്
ആ കരുണാസമ്പന്നതയിൽ നമുക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ വിശ്വാസത്താൽ നമ്മളും ഉയർക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് ആ പ്രോഡിഗൽ സൺ ചെന്ന് പറഞ്ഞതുപോലെ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, നീ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടൊക്കെ മുദ്രയിട്ടതാണ്, എങ്കിൽ തന്നെയും ഞാൻ അല്പം തെറ്റിപ്പോയി. കർത്താവേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞ് നാം അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നാം ജഡസ്വഭാവത്തെ എപ്പോഴും എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം. അതായത് പറയുന്നത് എന്താണ്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൻ്റേതാണ്. അത് നേരത്തെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ, ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും, ഞാൻ അവർക്ക് പിതാവും അവരെനിക്ക് മക്കളുമായിരിക്കുമെന്ന് പറയുന്നതാണ്. അതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പാപ സ്വഭാവം നമ്മളിലുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പാപ സ്വഭാവത്തിൻ്റെ ഇംഗിതമനുസരിച്ച് നാം നടക്കാതിരിക്കണം. അപ്പം എന്താണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇങ്ങനെ ഈ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന് ഒരു റിപ്പൻറ്റൻസ് എന്ന് പറയും. അതായത് പശ്ചാത്തപിക്കുക, അനുതപിക്കുക, മടങ്ങി വരിക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പശ്ചാത്തപിക്കുക, അത് നാം ചെയ്ത പാപങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, അതിന് സങ്കടപ്പെടുക, ആത്മതപനം ചെയ്യുക എന്നുള്ള ഒരു വാക്ക് എവിടെയുണ്ട്? പഴയ നിയമത്തിൽ തന്നെയുണ്ട്. പഴയ നിയമത്തിൽ തന്നെ തന്നിരിക്കുന്നതാണ് ഈ റിപ്പൻറ്റൻസിനെ കുറിച്ച് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ആത്മതപനം ചെയ്യുക എന്നുള്ളത്. അതായത് മഹാപാപ പരിഹാര ദിവസത്തിൽ ആത്മതപനം ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ അന്ന് മൃഗബലിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് മൃഗബലി നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഈ ആത്മതപനത്തെക്കുറിച്ച് പറഞ്ഞത്? അതായത് പുറത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ മനസ്സ് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അനുതപിക്കണം. അതായത് ആത്മതപനം ചെയ്യണം. അതായത് ഇവിടെ പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്കിത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം, നിങ്ങൾ ആത്മതപനം ചെയ്യണം. എന്നാൽ 7-ാം മാസം പ്രത്യേക തീയതി, അതായത് പാപപരിഹാര ദിവസത്തിൻ്റെ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. എന്താ വേല ചെയ്യരുതെന്ന് പറയുന്നത്? കാരണം മുഴുവൻ സമയം നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നാൽ നമുക്ക് ആത്മശോധന നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റു കാര്യങ്ങളിൽ ഏകാഗ്രത ചെയ്യുന്ന സമയത്ത് നാം നമ്മുടെ പഴയ കാര്യം, ഞാൻ എന്തൊക്കെ ചെയ്തു കർത്താവിൻ്റെ ഹിതമല്ലാത്ത വിധത്തിൽ, അതൊക്കെ ഓർമ്മിച്ചെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഫുൾ ടൈം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന്, അതായത് പഴയ നിയമത്തിൽ പറയുന്ന ഇത്, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നിങ്ങൾ ഒരു വേലയും ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്യണം? കാരണം ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. ഒരു ദിവസം അതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ഒരു ദിവസം എന്താ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ദിവസം, അതായത് മറ്റു വേലകളൊന്നും ചെയ്യാൻ പാടില്ല. ആ ദിവസം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, അതായത് നിങ്ങൾ സാവധാനതയോടെ ഇരുന്ന് ദുഃഖത്തോടെ നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് കർത്താവിൻ്റെ പ്രമാണങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചുള്ളത്. അത് ഓർത്തെടുത്ത്, അതാലോചിച്ച്, എങ്ങനെയാണ് ആ തെറ്റെന്നിൽ വന്നത്,
എന്നിട്ട് അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെന്നിട്ട് അതിനു വേണ്ടി നാം അനുതപിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളെ നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അവിടെ ഹൃദയത്തിൽ ശുദ്ധീകരണം നടക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കുകയാണ്. നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അത് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ബത്തായിരിക്കണം. ശബ്ബത്തെന്ന് വെച്ചാൽ മറ്റൊന്നിലും നിങ്ങൾ സമയം ചെലവഴിക്കരുത് പൂർണ്ണമായിട്ട്. ശബ്ബത്തെന്ന് വെച്ചാൽ ആ പൂർണ്ണ രീതിയിൽ ആ റെസ്റ്റ്. ശബ്ബത്തെന്ന് വെച്ചാൽ റെസ്റ്റ്, അതായത് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദിവസമായിരിക്കണം അത്. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ ഈ ആത്മതപനം ചെയ്യുക, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെയല്ല, പുതിയ നിയമത്തിലും അതേപോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ, ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ കർത്താവിനെ പിന്തുടരുന്നവർ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യങ്ങളാൽ നമുക്ക് രക്ഷ, അതിലുള്ള വിശ്വാസത്താൽ നമുക്ക് രക്ഷ വന്നിരിക്കുന്നു എങ്കിൽ നാം കർത്താവിനുള്ളവരായി തീരുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ നിയമത്തിലും. ഇപ്പം നമ്മൾ കൃപായുഗമാണ്, നമ്മൾ ജീവിക്കേണ്ടത് ന്യായപ്രമാണ പ്രകാരമല്ല, ശരി, എങ്കിൽ തന്നെയും ഈ പ്രമാണങ്ങളൊക്കെ അവിടെ ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് കേട്ടാൽ മതി. എങ്കിൽ തന്നെയും നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ എത്ര ഇടങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, നിങ്ങൾക്കവിടെ പ്രവേശനമില്ല. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ നാമമാത്രമായി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞവർ രക്ഷിക്കപ്പെട്ടോ? ഇല്ല. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ രക്ഷയുടെ പ്രവൃത്തികൾ, അതായത് ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. എങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നത്? നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങുന്നു, ജഡസ്വഭാവത്തെ ഉരിഞ്ഞു കളയുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധിയെ കാംക്ഷിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിനായി, അതായത് ഉൽപ്രാപണത്തിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ കാത്തിരുന്ന് നാം എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയെ തികച്ച് ജീവിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ ഇവിടെ പറയുന്നത്. അപ്പോഴെന്താണ് യോവേൽ പ്രവചനത്തിൽ പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് പഴയ നിയമമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥത്തിൽ ഈ അർത്ഥം നമ്മുടെ ജീവിതത്തിലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം. അത് പിന്നീട് പറയുന്നത് എന്താണ്? വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അപ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വസ്ത്രങ്ങളെയല്ല, മീൻസ് പണ്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു, എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധം വരികയോ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുകയോ ചെയ്യുന്നവർ അവർ വസ്ത്രം കീറും. വസ്ത്രം കീറിയിട്ട് രട്ടിലും വെണ്ണീറിലുമൊക്കെ ഇരിക്കും. അത് ഫിസിക്കലായിട്ട് നാം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ രട്ടിലും വെണ്ണീറിലും ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ അനുതാപവും ആത്മതപനവും വന്നില്ലെങ്കിൽ ആ കാണിക്കുന്ന, അതായത് ഫിസിക്കലായിട്ട് നമ്മൾ പുറമേ കാണിക്കുന്ന വസ്ത്രം കീറലും രട്ടിൽ ഉടുക്കുകയും വെണ്ണീറിൽ ഇരിക്കുകയും ചെയ്താലൊന്നും ഒരു ഗുണവുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ അതൊന്നുമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കീറുവിൻ. നമ്മൾ ഹൃദയങ്ങളെ കീറുവിൻ എന്ന് വെച്ചാൽ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പെന്തിക്കോസ്ത് ദിവസം എഴുന്നേറ്റ് നിന്ന് അവരോട് കർത്താവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലെ വചനം കേട്ടവരുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? അവർക്ക് ഹൃദയം നൊന്തു, ഹൃദയത്തിന് മുറിവേറ്റു. പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്, നിങ്ങളാണ് അവനെ കൊന്നത്.
എന്ന് യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന് മുറിവേറ്റു. ഹൃദയത്തിന് മുറിവേറ്റത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്, സഹോദര, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. കാരണം എന്താണ്? കർത്താവ് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഏതനർത്ഥം? നമ്മെ ശിക്ഷിക്കാനിരുന്നത്. അതായത് നമ്മൾ തെറ്റ് ചെയ്താൽ നാം ശിക്ഷ അർഹിക്കുന്നു. അപ്പോൾ ആ ശിക്ഷിക്കാൻ കർത്താവ് ഇരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥമാണ്. ആ അനർത്ഥത്തെക്കുറിച്ച് കർത്താവ് അനുതപിക്കുമെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് വരുവാനിരിക്കുന്ന വലിയ ശിക്ഷയിൽ നിന്നും നമ്മെ വിടുവിക്കും. എന്നാൽ ഈ കാര്യം പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ ഇത് ശിക്ഷ മുഴുവനും കർത്താവിൻ്റെ മേലായി. അപ്പോൾ അതിൽ വിശ്വസിച്ചാണ് നാം ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, സുന്ദരമെന്ന അത് ദേവാലയ ഗോപുരത്തിൻ്റെ അവിടെ ആ ഒരു സംഭവം, അത് ആ ലെയിമായിട്ടുള്ള ആൾ നടക്കുന്നതൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന നേരത്ത് പൗലോസ് അവരോട് പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അതായത് നിങ്ങൾ പാപം ചെയ്ത് മുന്നോട്ട് പോവുക, നിങ്ങൾ തിരിഞ്ഞു വാ. എവിടോട്ട് തിരിഞ്ഞു വരണം? കർത്താവിലേക്ക് തിരിഞ്ഞു വരിക, കർത്താവിൻ്റെ ക്രൂശിലേക്ക് തിരിഞ്ഞു വരിക. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്നും നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും എന്ന് പറയുകയാണ്. ഇനി അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 7:10 പറയുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അതായത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരം. അതായത് നമ്മുടെ പാവങ്ങളെക്കുറിച്ച് നാം ദുഃഖിക്കുന്നതാണ് ദൈവഹിതപ്രകാരമുള്ള അനുതാപമെന്ന് പറയുന്നത്. അതൊരു ദുഃഖമാണ്. ആ ദുഃഖം അതായത് എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? നമ്മുടെ പാപത്തെക്കുറിച്ചാണ് നാം ദുഃഖിക്കുന്നത്. ആ മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അതായത് നാം രക്ഷയിൽ തുടരാനായിട്ട് ദൈവം കൃപ ചെയ്യുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. ആ രക്ഷയിൽ തുടരാനായിട്ട്, യഥാർത്ഥ രക്ഷിക്കപ്പെടലാണെങ്കിൽ അത് നമ്മൾ ആ രക്ഷയിൽ തന്നെ തുടരും. പിന്നെ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കും, അത് വേറൊരു വിഷയമാണ്. എന്നാൽ തന്നെ നമ്മൾ ഈ രക്ഷിക്കപ്പെടൽ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ നാം പറയാൻ ആഗ്രഹിക്കുന്നത്. മാനസാന്തരത്തെ, അതായത് അനുതാപം വരാത്ത മാനസാപം, അതായത് നമ്മൾ ഒരിക്കൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അതായത് അനുതപിക്കുന്നുവെങ്കിൽ നമ്മൾ മാനസാന്തരം ഉണ്ടാകുന്നു. ആ മാനസാന്തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുകയില്ല, നമ്മൾ അതിൽ മുന്നോട്ട് പോകുന്നു. ആ അനുതാപത്തിൽ അത് രക്ഷ ഉളവാകുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം 10ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 7:10 ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഫോർ ദ സോറോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് produces a repentance without regret, leading to salvation, but the sorrow of the world produces death. നമ്മൾ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിഷമിക്കും. സോറോ ഓഫ് ദ വേൾഡ് എന്ന് വെച്ചാൽ നമുക്ക് അത് സോറോയാണ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലസൻ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അനുതാപത്തിലുണ്ടാകുന്ന ദുഃഖമെന്ന് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം എന്താണ്? സന്തോഷമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നാം സന്തോഷിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്ക് യെശയ്യാപ്രവചനം 1-ാമത്തെ അധ്യായത്തിലെ 2 വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് പറയുന്നത്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. അതെങ്ങനെയാണ്? കർത്താവിൻ്റെ കണ്ണിൻ മുൻപിൽ നിന്നും നമ്മുടെ ദോഷത്തെ മാറ്റിക്കളയണമെങ്കിൽ നമ്മൾ എന്താണ്? അതിനെ കഴുകി വെടിപ്പാക്കണം. ആരെ കഴുകി വെടിപ്പാക്കണം? നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വെടിപ്പാക്കണം. അത് എങ്ങനെ? ഇന്ന്
പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് ഹൃദയത്തെ കഴുകി വെടിപ്പാക്കുന്നത്? ദൈവമുൻപാകെ നാം ഏറ്റു പറയുക, കർത്താവേ, അങ്ങയുടെ രക്തം എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. എന്നെ നിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിനാലുള്ളതാണല്ലോ കർത്താവേ. അങ്ങയുടെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് പാപബോധം വരുത്തി, നീതിബോധം വരുത്തി എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ എപ്പോഴും അനുദിനം ഉണ്ടായിരിക്കേണ്ടതാണ്. അനുദിനം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാപങ്ങളാണേലും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അല്ലെങ്കിൽ വാക്കിലോ ചിന്തയിലോ ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. കർത്താവ് എന്താ പറയുന്നത്? യെശയ്യാപ്രവചനത്തിലൂടെ തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ. പറയുന്നത് തിന്മ ചെയ്യുന്നതിൽ നിങ്ങൾ പിന്നോക്കമായിരിക്കണം, നന്മ ചെയ്യുന്നതിൽ മുന്നോട്ട് വരിക. തിന്മ ചെയ്യരുത്, അത് മതിയാക്ക്. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അതായത് എന്ത് പാപമാണെങ്കിലും കർത്താവ് ക്ഷമിക്കും. കാരണം ഓൾറെഡി കർത്താവ് നമുക്ക് വേണ്ടി ആ ശിക്ഷയൊക്കെ ഏറ്റെടുത്തു. ആ കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ആവശ്യം. ദാവീദ് എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിച്ചത്? എങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത് അനുതപിച്ചത്? പറയുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്താ ഈ ആത്മാവിന് സ്ഥിരതയില്ലാതായത്? പാപം ചെയ്തപ്പോൾ ആത്മാവ് ദുഃഖിക്കുകയാണ്. ദുൽഖാവ് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളെ സഭയിൽ നമ്മൾ വിശ്വാസികളായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിനെ ശ്രദ്ധിക്കാതെ ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും ചെയ്തു പോയാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് വിട്ടുപോവുകയില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും നമുക്ക് പാപബോധം വരുത്തിയിട്ട് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കും. വീണ്ടും നമ്മൾ ദൈവമക്കൾ തന്നെയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന പഴയ നിയമഭാഗമായത്. സ്ഥിരമായ, അപ്പം വിട്ടുപോകുന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. ഇത് ശിംശോൻ്റെ അടുത്ത് നിന്നൊക്കെ ആത്മാവ് വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, വിട്ടുപോവുകയില്ല. ആത്മാവ് അവിടെയുണ്ട്, പക്ഷേ ആത്മാവ് ദുഃഖിക്കും. ദാവീദ് രാജാവ് എന്താ പറയുന്നത്? പാപം ചെയ്തു കഴിഞ്ഞു, അനുതപിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അനുതപിക്കുന്ന സമയത്ത് രചിച്ച ആ ഒരു വാക്കുകളാണ് ഇവിടെ ഈ 51-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിൽ സ്ഥിരവാസം ചെയ്യണം. സ്ഥിരവാസം ചെയ്താൽ എനിക്ക് ദിവസേന പുതുക്കമുള്ള ഒരു ജീവിതമുണ്ടാകും. അതുപോലെ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുക. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ രക്ഷയുടെ സന്തോഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം വായിച്ചാലും നമുക്കിത് നന്നായിട്ട് മനസ്സിലാകും. എങ്ങനെയാണ് കർത്താവുമായിട്ട് ആ ഒരു കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇരിക്കാനൊക്കുന്നത്. ഇതൊരു Psalm 32-ൽ ഇങ്ങനെയാണ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ച് കിട്ടണം. വെറുതെ ഇരുന്നാൽ ലംഘനം ക്ഷമിച്ച് കിട്ടുമോ? ഇല്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മൾ പാപം മറച്ചു കിട്ടണം. ഇന്ന് നമ്മുടെ പാപം എങ്ങനെയാണ് മറച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ രക്തത്താൽ അത് മറഞ്ഞിരിക്കുകയാണ്. ലംഘനം മറച്ചിരിക്കുകയാണ്, പാപം ക്ഷമിച്ചിരിക്കുകയാണ്.
എന്നാൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതായത് എൻ്റെ ശരീരത്തിൽ പോലും ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചു. അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്നിപ്പോൾ പറയുമ്പോൾ എൻ്റെ ആ ഇൻറ്റേർണൽ സെൽഫ് അതിന് ഒരു ശക്തിയുമില്ലാതെയായി, ദുർബലമായി പോയി എൻ്റെ ആത്മാവ്. അതായത് ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോഴെന്നാണ് പറയുന്നത്, ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിക്കാതിരുന്നപ്പോൾ, എൻ്റെ പാപത്തെ നിൻ്റെ മുൻപിൽ വന്ന് ഞാൻ ഏറ്റു പറയാതിരുന്നപ്പോൾ, എൻ്റെ ഉള്ളിൽ തന്നെ ഞാനത് ഒതുക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതായത് എൻ്റെ ഇന്നർ മാൻ ബലമില്ലാത്തതായിട്ട് തീർന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞപ്പോൾ, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ എന്താ ഇവിടെ ആവശ്യമായിട്ടിരിക്കുന്നത്? നാം പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമുക്കത് ബോധ്യം വരുത്തി തന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അത് വായ് കൊണ്ട് ഏറ്റു പറയുക. അതായത് മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അപ്പോൾ ഞാൻ നിന്നോട് എൻ്റെ പാപം അറിയിച്ചു. ഞാൻ ഒന്നും മറച്ചു വെച്ചില്ല. എൻ്റെ അകൃത്യം നിന്നോട് മറച്ചതുമില്ല. അതുപോലെ എൻ്റെ ലംഘനങ്ങളെ 1 by 1 ഞാനത് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഏറ്റു പറഞ്ഞു. അതായത് നമ്മൾ പ്രോഡിഗൽ സൺഡേ കാണുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പറച്ചിലിൽ തന്നെ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൻ വന്നവനെ കെട്ടിപ്പിടിച്ചു. അവനിത് മുഴുവൻ പറയാനായിട്ടും ഒരവസരം ലഭിക്കുന്നതിന് മുൻപേ അവൻ്റെ ഹൃദയത്തെ അതായത് ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവ്. വാസ്തവമായിട്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാൻ ദൈവസന്നിധിയിൽ സന്നദ്ധത കാണിച്ചാൽ കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നത്. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇങ്ങനെ ഞാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതൊരു പ്രവൃത്തിയായി മാറി. എൻ്റെ ആ തീരുമാനം തന്നെ, അപ്പോൾ നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു, എന്നോട് ക്ഷമിച്ചു. അപ്പോൾ എന്താണ് ഈ പാപമോചനത്തിൻ്റെ അനന്തരഫലമായിട്ട് നമുക്ക് എന്താണ് വരുന്നത്? നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നു. പാപക്ഷമ പ്രാപിക്കുമ്പോൾ ദൈവവുമായിട്ട് നാം അനുരഞ്ജനം പ്രാപിക്കുന്നു. റെക്കൺസിലിയേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. എന്താണ് യഥാസ്ഥാനപ്പെടുത്തൽ? ഇവിടെ നമ്മുടെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആ അപ്പനും മകനുമാണെന്നുള്ള ബന്ധം വീണ്ടും അവിടേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. കർത്താവ് ദൈവവും നാം അവൻ്റെ ജനവുമെന്ന് ഉള്ള ഒരു കാര്യത്തിൽ ഇടയ്ക്ക് നിൽക്കാൻ പാപം അവിടെ ഇല്ല. അത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ എന്താണ്? വി ആർ റെസ്റ്റോറേഷൻ ഹാപ്പൻസ്. അപ്പോൾ നമ്മൾ യഥാസ്ഥാനപ്പെടുകയാണ്. നമ്മുടെ യഥാസ്ഥാനമെന്ന് വെച്ചാൽ എന്ത്? കർത്താവിൻ്റെ മക്കളായിരിക്കുക, കർത്താവ് നമ്മുടെ ദൈവമായിരിക്കുക എന്നുള്ളതാണ് ആ യഥാസ്ഥാനപ്പെടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് ഗലാത്യലേഖനം 5:16-17 വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ജഡാഭിലാഷത്താൽ ചെയ്യുന്ന വേണ്ടാത്ത പ്രവർത്തികളെന്ന്. അപ്പോൾ ഇതെല്ലാം വിട്ടുതിരിഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരുന്ന് നമ്മൾ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക എന്നുള്ള കാര്യമാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ബ്ലെസ്ഡ് ഹോപ്പ് അല്ലെങ്കിൽ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രത്യേകമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, ഈ വക പാപങ്ങൾ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്നാൽ എന്താ എൻ്റെ അർത്ഥം? ആ പാപം നമ്മളിൽ നിന്ന് ദിവസേന നമ്മളിൽ അത് വരുന്നുണ്ടെങ്കിൽ ദിവസേന മാറ്റിക്കളയുക.
ക്രിസ്തുവിൽ വളരുക. അതായത് നീതീകരിക്കപ്പെട്ടു, നീതീകരണത്തോടുകൂടെ നമ്മളുടെ ശുദ്ധീകരണം നാം എന്നും 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 ടിൽ വി മച്യൂർ ഇൻ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു എന്ന തലയോളം വളരുവോളം നമ്മെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ആമേൻ. സ്തോത്രം.